ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അലക്സ് യോഹന്നാൻ അച്ഛൻ, സഹവികാരി അച്ഛൻ എബ്രഹാം തോമസ് അച്ഛൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. The last song that was sung is a good transition into the message that I'm going to give. It has something to do with star. So അതുകൊണ്ട് താരങ്ങളുടെ ഗീതമായിരുന്നു, അതുകൊണ്ട് വളരെ നല്ല ട്രാൻസിഷൻ ആയിരിക്കും. For our message today, let's turn to the Gospel of St. John, chapter 1, verse 14. The Word became flesh and made His dwelling among us. We have seen His glory, the glory of the one and only who came from the Father, full of grace and truth. ഹിന്ദിയിൽ വചൻ ദേഹധാരി ഹുവ, മലയാളത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് ഏവർക്ക് വരുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ പുകഴ്ത്തുവാൻ തന്ന സമയത്തെ ഓർത്ത് സ്തോത്രം. വചനം ഞങ്ങളുടെ ഉള്ളിൽ പിറക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നത്തെ ഈ ധ്യാനത്തിൻ്റെ ഒരു ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നത് ദ സ്റ്റാർ ഓഫ് ബെത്ലഹേം. ദ സ്റ്റാർ ഓഫ് ബെത്ലഹേം. And I want to give a full form to the word star. S-T-A-R. S stands for symbolic meaning. The symbolic meaning of Bethlehem. ഈ ദിവസങ്ങളൊക്കെയും പല സംസ്കാരത്തിൽ പല രീതിയാണ് ഇതിനെ വീക്ഷിക്കുന്നത്. പാശ്ചാത്യ സംസ്കാരത്തിൽ, in the Western culture, we call it the Advent season, with the start of December 1st, ആഗമനകാലം. ഈസ്റ്റേൺ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഫെയ്ത്ത് ട്രഡീഷനിൽ നോക്കിയ ദിവസങ്ങളൊക്കെയും the feast of nativity. Well, in fact, nativity is also a feast and a fast. ഒരു പെരുന്നാളും ഒരു ഉപവാസവുമാണ്. ഇത്തരത്തിലൊക്കെ അർത്ഥങ്ങളൊക്കെയും ഒരു സിംബോളിക് മീനിങ്സ് ഉണ്ട് അതിൻ്റെ പിന്നാലെ. And this symbolic meaning is to renew our faith life. വിശ്വാസ പ്രയാണത്തിൽ നമ്മളുടെ വിശ്വാസ ജീവിതം പുതുക്കുവാൻ വേണ്ടിയുള്ള ഒരു സിംബോളിക് മീനിങ്സ് ഉണ്ട് ഇത്തരത്തിലൊക്കെ അർത്ഥങ്ങളിൽ. ക്രിസ്മസ് ദിവസങ്ങളിലൊക്കെയും പലതരത്തിലുള്ള സിംബോളിക് മീനിങ്സ് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. There are so many things. But sometimes we tend to get lost in the symbols without understanding the fullness, without even doing what the meanings are meant to be. അത് നമ്മുടെ ആരാധനയിലും ആവാം, അത് നമ്മുടെ നോയമ്പുകളാവാം, നമ്മുടെ പെരുന്നാളുകൾ അങ്ങനെയില്ല, എന്നാലും ആഘോഷങ്ങളിലാവാം. ഈ ദിവസങ്ങളൊക്കെയും അത്തരത്തിൽ ആഘോഷങ്ങളുടെ ഭാഗമാണല്ലോ പല കാര്യങ്ങളൊക്കെയും. Gifts. We give each other gifts during Christmas, right? It's a symbolic meaning. But the question is, why do we give gifts to each other during Christmas, right? In the first Christmas, who received the gifts? Who received the gifts? Jesus, the baby Jesus. The wise man is bringing gifts. So that is what the symbol is alluding to. They are alluding to the wise men who brought the gifts to Jesus. And today the whole world, they are giving gifts to each other. What an irony. What a twist of meaning, right? It should remind us that the meaning that is implied in gifts, it means to give Jesus to others, not just the mere exchange of presents. Symbolic meanings, symbols are meant to make us, show us what are the true meanings. അങ്ങനെ വേറെ സിംബോളിക് മീനിങ്, നക്ഷത്രം അല്ലയോ? നക്ഷത്രമൊക്കെയും നമ്മളെ നാട്ടിലൊക്കെ പോയാൽ നമ്മൾ കുറേ അവിടെയൊക്കെ ആൾക്കാരൊക്കെ നക്ഷത്രം ഉണ്ടാകും. ഈ സമയങ്ങളൊക്കെ വലിയ 20 അടി 10 അടിയുള്ള നക്ഷത്രം. In one of my churches, when I was in Philadelphia, we made this big star. എന്നാൽ ഇത്തരത്തിലുള്ള സിംബോളിക്
meanings-ടെ പിന്നാലെ what does star allude to? What does star point us to? It points us to these wise men who are guided by the star. Star symbolizes guidance of God, the hope of God. The hope of God. അത്തരത്തിൽ സിമ്പിൾസ് നിറഞ്ഞിരിക്കുന്ന ഒരു സമയങ്ങള ഈ ആഗമനകാലം അല്ലെങ്കിൽ ദ ഫീസ്റ്റ് ഓഫ് നേറ്റിവിറ്റി എന്ന് നമ്മൾ പറയും, ക്രിസ്മസ്. എന്നാൽ ഈ സിമ്പിൾസിൽ നമ്മളുടെ ആത്മീയത നഷ്ടപ്പോകുന്ന ഒരു യാഥാർത്ഥ്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഡു വി live in a reality where we lose the meanings just celebrating the symbols and not understanding the meanings behind those symbols? Sometimes the gift is more important than the giver of gifts. For God so loved the world that He gave His only begotten Son. Sometimes the gift that we exchange is more important than the giver of gifts. Sometimes the miracles that we get is more important than the giver of miracles. Please don't get me wrong. I really enjoy all these things of Christmas. I love the star. I love the songs. I love the Christmas tree. I love these gifts. If you ask my wife, Christmas for me starts 1 week before Thanksgiving. I'm that crazy about Christmas. 1 week. And it ends 2 weeks after January in my house. So I'm that crazy about Christmas. My argument with my wife is, in the Orthodox Romanian places, Romania, അവിടെയൊക്കെ ക്രിസ്മസ് ഒക്കെ ജാനുവരി 7-ാം തീയതി. അതുകൊണ്ട് ആ സമയം വരെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കണം. എൻ്റെ ഒരു ലോജിക്കാണ് അത്. We come from Eastern, tradition, so we should, keep it till January 14th or something like that. All this is so dear to my heart, but Christmas is neither the star that glitters in our house. Christmas is neither the tree that adorns the earth. Christmas is neither the Santa Claus, Christmas of Poopan, the Santa Claus or the Christmas father that makes us dance in weird moves that we have never ever thought of. Right? When you see carol rounds going around houses and all these videos that are posted on the social media, wow, what a moves people do when that Christmas father goes on a rampage with his moves. Right? But Christmas is neither any of this. Christmas is, was, and will be always Jesus. Yeshua Christmas day artham. Vajanam jadamai തീർന്നു. അതിന്റെ അപ്പുറത്ത് ഒരർത്ഥമില്ല. When all the symbols makes us lose the true meaning behind the symbols, Christmas reminds us that Christmas is, was, and will be always Jesus. Will be always Jesus. ഈ ദിവസങ്ങളൊക്കെയും സോഷ്യൽ മീഡിയയിലൊക്കെയും ചെയ്യുന്ന ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ, നമ്മളെ അറ്റർണി ലാലങ്കൽ അത് പോസ്റ്റ് ചെയ്തായിരുന്നു. Santa Claus is going with his bag full of presents, and there is a quote about like Santa Claus is saying, I have gifts for everyone, but it's never enough. അവിടുന്ന് യേശു ക്രിസ്തു, ഇന്ന് നമ്മൾ പ്ലേയിൽ കണ്ടു, യേശു ക്രിസ്തു ഇതാ കുരിശെടുത്തുകൊണ്ട് പോകുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, I have only one gift, and that is enough for everyone. Christmas is Jesus. And that person, the person of Jesus is enough. The symbolic meaning, the star of Bethlehem, S, the symbolic meaning. Christmas is not just a decoration, but a devotion. ഇത് വെറും ഒരു അലങ്കാരമല്ല, ഒരു സമർപ്പണമാണ്. അലങ്കാരത്തിൽ നമ്മൾ ലയിച്ചു പോകുന്ന ഒരു സമയത്തിൽ ക്രിസ്മസ്, ആദ്യ ക്രിസ്മസ് നമ്മളെ ഓർപ്പിക്കുന്നത് ഇതൊരു അലങ്കാരമല്ല, ഇതൊരു സമർപ്പണം. മറിയയുടെ സമർപ്പണം, യോസഫിന്റെ സമർപ്പണം, അവരുടെ സമർപ്പണം ഓർപ്പിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന ദിവസങ്ങളാണ് ക്രിസ്മസ്. റൈറ്റ്? ഡു വി സെലിബ്രേറ്റ് ക്രിസ്മസ് because Christ was born, or do we celebrate Christmas because Christ should be born where we are? രണ്ടർത്ഥങ്ങളാണ്. ഇന്ന് പലപ്പോഴും പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഡ്വെൽ ചെയ്യുന്നത്. ക്രിസ്മസ് ക്രിസ്തു ജനിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണോ? അല്ല, ക്രിസ്തു ഇന്നും ജനിക്കണം എന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണോ? രണ്ടർത്ഥം. And it changes the perspective of Christmas. Christmas is not just a talk, like I am talking about Christmas, but Christmas is not just a talk, it is a walk. The walk that the wise men walked, filled with fear, filled with doubt, filled with apprehension. It is a journey. Christmas is a journey. ഇതൊരു പ്രയാണമാണ്. The walk that Mary, the walk that Joseph, the walk that the shepherds did. Christmas is a walk. ഒരു നടപ്പാ ക്രിസ്മസ്, ഒരു പ്രയാണമാ ക്രിസ്മസ്. അന്ധകാരം
അല്ലേ? അതല്ലേ ആയിശ പ്രവാചകൻ പറയുന്നത്, അന്ധകാരം ഉള്ള ദേശത്ത് ഒരു ശോഭിച്ചിരിക്കുന്നു. The light, the radiance is Jesus. So S stands for symbolic meaning T, star, S-T-A-R. T stands for transformation. The transformation of Christmas, രൂപാന്തരീകരണം, വചനം ജഡമായി തീരുന്നു എന്ന് യോഹന്നാൻ നമ്മളെ ഓർപ്പിക്കുമ്പോൾ, this is the transformation, വചനം. യവന ഭാഷയിൽ പറഞ്ഞാൽ ലോഗോസ്, NRK ലോഗോസ്. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്, ലോഗോസ്. അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അന്നത്തെ കാലത്ത് ആൾക്കാരെല്ലാം ദൈവത്തെ മനസ്സിലാക്കിയ ഒരു സങ്കല്പമായിരുന്നു ലോഗോസ്. അത് ട്രാൻസ്ഫോമായി മാറുന്നു. NRK ലോഗോസ്. ഇതാ വചനം ജഡമായി തീർന്നു. The word became flesh. Nobody could think of God can come down to earth. How can God be God? That was the argument. How can God be God if God comes down and becomes human? Everybody looks to God because God is not human. Somebody outside us. When the whole philosophical and the religious world were saying this, Christmas bombarded with the message that the Word became flesh and dwelt among us. ഇതാ ട്രാൻസ്ഫോർമേഷൻ, ഇതാ രൂപാന്തരീകരണം അവിടെ സംഭവിക്കുന്നത്. That the God eternal became flesh for you and for me. That's why we can relate to Christmas, we can relate to Jesus. But what is the depth of this meaning? ഈ വർഷം ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ക്രോസ്വേ പള്ളിയിൽ ഒരു ലൈവ് നേറ്റിവിറ്റി സീൻ ഉണ്ടാക്കി. പള്ളിയുടെ വെളിയിൽ ഒരു 12 അടിയുള്ള മേഞ്ചറൊക്കെയും അവിടുത്തെ പിള്ളേർ സെറ്റ് തന്നെ വന്ന് എല്ലാം പണിത്, ഒരാഴ്ച നീണ്ടുള്ള പണി, അവരുടെ ജോലി കഴിഞ്ഞിട്ട് വന്ന് എല്ലാം ഇങ്ങനെ പണി ചെയ്തൊരു മേഞ്ചറുണ്ടാക്കി. പശു ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു, കഴുതയുണ്ടായിരുന്നു. കഴുതയുടെ പുറകിൽ നിന്ന് വൈസ്മാനോട് ഞാൻ പറഞ്ഞു, കഴുതയുടെ അടി കിട്ടാതെ സൂക്ഷിച്ചോണം. എന്നാൽ ഈ പശുവിന് വേണ്ടി hay, we went to look for this hay. And so we went to this one store, Tractor Supply. We got to the Tractor Supply and there is with me this young guy, not so young, he's now 50 years of age, but he was with me and he took up 2 hays. പശുവിടെ മുൻപേ ഒക്കെ അവിടെയൊക്കെ എല്ലാം വിതറാനായിട്ട് പുല്ലൊക്കെ എല്ലാം എടുത്തപ്പോൾ അവൻ പുല്ല് എടുത്ത് കഴിഞ്ഞിട്ട് ഹേ എടുത്ത് കഴിഞ്ഞിട്ട് he's saying, it smells cow here. It smells like cow. എന്നിട്ട് വണ്ടിക്കകത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഡാ മോനെ, നീ എന്തോ ഓർത്ത് ആദ്യ ക്രിസ്മസ് എന്തോ അവിടെ എന്തോ ഷനാലും YSL, യെസൻ ലോറൻ്റെ സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അല്ല, ഇതായിരുന്നു ആദ്യ ക്രിസ്മസ്. ഇറ്റ് സ്മെൽ ലൈക്ക് കൗ. വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ വെറും വാക്കിലൂടെ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ പ്രയാണമല്ല. Here was baby Jesus in the manger, smelling cow manure, cow poop and all the things that we could think of in a manger. വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഒരു പ്രയാണമായിരുന്നു into the uncomfortability of human life. It is a journey. So that's why if Christmas is a walk, this is a question we should ask ourselves. This is a question that I should ask myself. Am I taking a walk to areas of uncomfortability during Christmas time? During Christmas time. Vajanam jadamai തീർന്നു. This is the transformation. This is the transformation. ഒരു എഴുത്തുകാരൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അന്ധകാരം നിറഞ്ഞ ലോകത്ത് ദൈവസ്നേഹം കടന്നു വന്നു ബേത്ലഹേം മലഞ്ചേരിൽ. That is Christmas. And as the baby was wrapped in swaddling clothes, ഇന്നത്തെ ആദ്യത്തെ ലിറ്റർജിയിൽ വളരെ നല്ല വാക്കുകളാണ് അവിടെ. As the baby was covered in swaddling clothes, so this baby will become big and swaddle the whole world with his arms. ഇതാ യേശു കുഞ്ഞ് ആ ഒരു പുൽക്കൂട്ടിൽ കടന്നപ്പോൾ it reminded this baby Jesus that one day this baby has to take up the whole world in his arms and cover the world in his arms. As the baby Jesus laid there, I don't know what quality of swaddle clothes was there, but അവിടെ lay ചെയ്തപ്പോൾ I'm sure the baby would have felt the prick of the hay, right? The prick of the hay. And the baby was reminded that one day this baby's body will be pierced by nails. As the baby's body touched the wood, it reminded the baby that one day this baby will take up the wood, the cross, and die for the whole world.
Incarnation was for crucifixion, for our salvation. ജഡീകരണം ക്രൂശീകരണത്തിന് വേണ്ടിയായിരുന്നു, നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് this is a transformation. STA. A is adoration. A is adoration. Here we see shepherds, right? Shepherds coming. And they are adoring this baby. They are adoring this baby. അതിന് മുമ്പേ തന്നെ ഇതാ മറിയ ഒരു യാത്ര ചെയ്ത് എലിസബത്തിനെ കണ്ടപ്പോൾ എലിസബത്ത് അവിടെ അഡോർ ചെയ്യുന്നു. ഒരു ആരാധനയാണ്. എലിസബത്തിന്റെ ഗർഭത്തിലായിരുന്ന കുഞ്ഞ് leapt for joy. John the Baptist is adoring the Theotokos, the mother of God, Mary, and the baby that she will give birth to. Adoration filled with joy. ഇതാ വിദ്വാൻമാർ. By the way, how many wise men were there? How many wise men were there? രണ്ടോ മൂന്നോ? മൂന്ന്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അല്ലയോ? മൂന്നുണ്ടല്ലയോ? ഉണ്ടല്ലയോ? തപ്പി പിടിച്ച് എന്നോട് പറ കേട്ടോ. ബൈബിളിൽ ഇല്ല. സം ബൈബിൾ നോളേജ്. ബൈബിളിൽ എവിടുന്നും മൂന്ന് വിദ്വാൻമാരെ എഴുതിയിട്ടില്ല. ചരിത്രവും ട്രഡീഷൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൂന്ന്. ഇന്ന് ഒരു കാര്യമെങ്കിലും മനസ്സിലായല്ലോ, വിദ്വാൻമാർ മൂന്ന് ബൈബിളിൽ ഇല്ല. വിദ്വാൻമാർ നക്ഷത്രം കണ്ട് വന്നു. And they are coming and adoring. These are philosophers, wise men, rich people. പൊന്നുമൂര് കുന്തിരിക്കം എന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് ഏറ്റവും വില കൂടിയ സംഭവം. Jesus was a rich person, by the way. He was offered പൊന്നുമൂര് കുന്തിരിക്കം. And they are adoring. Adoration. The adoration of Christmas is filled with exalting Jesus, even by pagan wise men and philosophers of that day and age. നമ്മളുടെയൊക്കെ അഡോറേഷൻ, നമ്മളുടെയൊക്കെ ആഘോഷങ്ങളിൽ ഇത്തരത്തിൽ ചില ആഘോഷങ്ങളൊക്കെയും കടന്നു വരണം. എവിടെ ആഘോഷിക്കുന്നത്? ഭവനങ്ങളിലല്ല, ദേവാലയങ്ങളിലല്ല. എവിടെ ആഘോഷിക്കുന്നത്? In a place where there was no home, in the open skies. നമ്മളുടെ ആഘോഷങ്ങളിൽ എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ചില നഴ്സിംഗ് ഹോമിൽ പോയി നമുക്ക് ആഘോഷിക്കാൻ ഒക്കുമോ? ചില ഫയർ ഫൈറ്റേഴ്സിന്റെ അടുത്ത് പോയി ആഘോഷിക്കാൻ ഒക്കുമോ? ചില ഹോംലെസ് ഷെൽട്ടേഴ്സിൽ പോയി നമുക്ക് ഗാനങ്ങൾ പാടാൻ ഒക്കുമോ? That is the adoration of the first Christmas. Among the homeless, among the poor, among the uncomfortable places, among the vulnerable places that we don't even walk. That is the journey of Christmas. അതാ പ്രയാണം, ക്രിസ്മസിന്റെ പ്രയാണം അതാ. ഇന്ന് സിംബിൾസ്, ഞാൻ അതാ പറഞ്ഞ സിംബിൾസ് നമ്മൾ ഒതുങ്ങിയിരിക്കുന്നു. ദേവാലയങ്ങളിൽ നമ്മൾ ഒതുങ്ങി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇതാ ദേവാലയത്തിന്റെ പുറത്ത് പോയി ഈ ആഘോഷം ഒരു ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ ഒക്കുമോ? Can we in a small way tell the world, the outside world, about Jesus who was born for them? Adoration. And lastly, R, the star of Bethlehem. R stands for resistance. ക്രിസ്മസിൽ ചില എതിർപ്പുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലയോ? ഹെരോദ് രാജാവുടെ രൂപത്തിൽ 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരെയും കൊല്ലിക്കണം എന്ന് ഉത്തരമിട്ടു. ഹെരോദ് രാജാവുടെ രൂപത്തിൽ യഹൂദന്മാരുടെ നിയമം ഇല്ലയോ? യോസഫ് യഹൂദന്മാരുടെ നിയമം അനുസരിച്ചിരുന്നാൽ the virgin should have been stoned to death. അങ്ങനെ ചില എതിർപ്പുകളുണ്ട്. ചില എതിർപ്പുകളുണ്ട് ക്രിസ്മസിൽ. റെസിസ്റ്റൻസ് ഓഫ് ക്രിസ്മസ്. ആ എതിർപ്പുകളുടെ മധ്യേ there are some support systems, right? Inward support system and outward support system. What is those inward support system? നമ്മുടെ ജീവിതത്തിൽ എതിർപ്പൊക്കെ ഉണ്ടാവുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻവേർഡും ഔട്ട്വേർഡ് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്. What is this inward support system? ഇതാ യോസഫിന് ദൂതൻ വരുന്നു. ദൂതൻ ഒരു വെളിപ്പാട് കൊടുക്കുന്നു, ഒരു വചനം കൊടുക്കുന്നു. സ്വപ്നം. ഇവിടെ ആൾക്കാർ സ്വപ്നങ്ങൾ കാണാറുണ്ടോ? സ്വപ്നങ്ങൾ ആരൊക്കെ കാണാറുണ്ട്? How many of you dream dreams, right? രജിയച്ചൻ ഒത്തിരി സ്വപ്നം കാണുന്നുണ്ട്. ഞാൻ കല്യാണത്തിന് മുമ്പേ വലിയൊരു സ്വപ്നം കണ്ട ഐശ്വര്യറായി പോലെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമെന്ന്. കല്യാണം കഴിഞ്ഞപ്പോൾ ആ സ്വപ്നം എല്ലാം പോയി. കാരണം അതിനെക്കാട്ടി നല്ല ഒരു പെൺകുട്ടിയാ കിട്ടിയ കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല. ആഹാ അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. പക്ഷെ അത്തരത്തിൽ സ്വപ്നമൊന്നുമല്ല ഞാൻ പറയുന്നത്. വചനത്തിൽ പറയുന്ന അത്തരത്തിൽ സ്വപ്നങ്ങളൊന്നുമല്ല കേട്ടോ. നമ്മൾ വിചാരിച്ചിരിക്കുന്ന സ്വപ്നങ്ങളൊന്നുമല്ല വചനത്തിൽ പറയുന്നത്. ഐശ്വര്യ റായോ ഋത്തിക് റോഷൻ ആ സ്വപ്നമൊന്നുമല്ല. വചനത്തിന്റെ ദർശനം വളരെ ആഴമായ അർത്ഥമാണ്.
ബോബി ജോസ് കട്ടിക്കാട്, ഈ കപ്പുച്ചിൻ ഫാദർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളുടെ മനസ്സ് മയങ്ങുന്നില്ല, അതിൻ്റെ സാക്ഷ്യമാ സ്വപ്നം. നമ്മൾ ഉറങ്ങുമ്പോഴും അല്ലയോ നമ്മൾ ഉറങ്ങുക, കട്ടിലേ ഉറങ്ങുക, പക്ഷെ നമ്മുടെ മനസ്സ് സുബോധ അല്ലയോ മനസ്സ് കോൺഷ്യസ് അൺകോൺഷ്യസ്, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ മനസ്സ് മയങ്ങുന്നില്ല, അതിൻ്റെ സാക്ഷ്യമാ സ്വപ്നം. പക്ഷേ ദൈവിക ദർശനം, നമ്മളെല്ലാം മയങ്ങിയിരുന്നാലും മയങ്ങാതിരുന്നാലും ദൈവിക ദർശനം ഉണ്ടാവും. It is beyond our sleep. Either we are conscious or unconscious, God's revelation happens. That is the revelation of God. യോസഫിന് ആന്തരികമായ പിന്താങ്ങുന്ന വ്യവസ്ഥ എന്തുവാ? യോസഫിനുണ്ടായി. അവിടെ ഒരു ദൂതൻ വന്നു, എന്നിട്ട് പറയുക, do not fear to take Mary as your wife. ശങ്കിക്കേണ്ട. What has been in her is of the Holy Spirit. അങ്ങനെ ഇൻവേർട്ട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇസ്രായേൽ ജനത്തിന് അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു, അല്ലയോ? ഐശയ്യാ പ്രവാചകന്റെ വാക്കുകൾ നമ്മൾ ദത്തെടുത്താൽ, ദർശനങ്ങൾ, പ്രവാചകന് ദർശനമുണ്ട്. എന്തുവാ ദർശനം? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, he will be called the wonderful counselor, the everlasting father, mighty king and prince of peace. ഒരു ശേഷിപ്പിനെ നടത്തിയ ഒരു ദർശനങ്ങളായിരുന്നു ഇതൊക്കെയും. ഓ കം ഇമ്മാനുവൽ. പ്രവാചകൻ വീണ്ടും പറയുന്നു, ഓ കം ഇമ്മാനുവൽ. നമ്മളുടെ ഇസ്രായേൽ ജനം കടന്നു പോയ എതിർപ്പുകളായിരുന്നു ആ സമയത്തൊക്കെയും. They were in exile, they were in captivity, they had lost the land, they had lost the temple, everything. But this was the support system that carried them. ദർശനങ്ങൾ ഉണ്ടായി അവിടെ. ആന്തരികമായ പിന്താങ്ങുന്ന വ്യവസ്ഥകൾ, ബാഹ്യമായ പിന്താങ്ങുന്ന വ്യവസ്ഥകൾ എന്തുവാ? ഇതാ വിദ്വാൻമാർ വരുന്നു, ഹേരോദ് രാജാവുടെ അടുത്ത് പോവാതെ ശിശുവിൻ്റെ വന്ന് വണങ്ങുന്നു. ഹേരോദ് രാജാവുടെ അടുത്ത് പോയില്ല. ഇതാ ഷെപ്പേർഡ്സ് വരുന്നു, ആട്ടിടയന്മാർ അവിടെ വരുന്നു. These are the outward support system that help them. ജീവിതത്തിൽ എതിർപ്പുകൾ ഉണ്ടാവുമ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ദൈവമേ ദർശനങ്ങൾ തരാൻ, ദൈവമേ പ്രാർത്ഥനയിൽ ദർശനങ്ങൾ തരാൻ, പ്രാർത്ഥന ഇല്ലാത്ത സമയത്ത് ഞാൻ നടക്കുമ്പോൾ ആ സമയങ്ങളിൽ ദർശനം തരാൻ. ക്രിസ്മസ് ഡേ സന്ദേശമാണ്. And that journey requires courage. That journey requires us to be vulnerable. അങ്ങനെ പ്രയാണം ചെയ്ത ഒരു കഥ നിങ്ങളോട് പറയാം. സംഭവിച്ചത് ഞാൻ ജനിച്ചു വളർന്ന നാടായ മുംബൈ. ഇനി മുംബൈക്കാർ സിയർ കുറേ പേരുണ്ട്, എനിക്കറിയാം. ജയ് മുംബൈ. വേറെ ഒന്നും പറയുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതാണ്ടൊക്കെ വന്നു, അത് പറയുന്നില്ല ഞാൻ. അന്ന് ഒരു ക്രിസ്മസ് സമയമാണ്. ക്രിസ്മസ് സമയത്ത് മുംബൈയിലെ കുറച്ച് യുവാക്കൾ, അതിനു മുമ്പേ സൈറസ് സാർ വന്ന ഒരു കോൺഫറൻസിൽ പ്രസംഗിച്ച് യുവാക്കളെ ഒക്കെ എല്ലാം ചാലഞ്ച് ചെയ്തു. You talk about the love of God. You talk about the hope of Christmas. Can we go and give hope to somebody who does not have hope? വളരെ ദൈവത്തിൻ്റെ ആത്മാവ് സൈറസ് സാർ ചാലഞ്ച് ചെയ്തു. കുറച്ച് യുവാക്കൾ പോയി മുംബൈയിലൊരു സ്ഥലം കാമാത്തിപുര. കൊച്ചിൻ ഹനീഫ പണ്ട് പറഞ്ഞ ആ രീതിയിലല്ല കേട്ടോ, കാമാത്തിപുരയിൽ പോയി. എന്തുവായി കാമാത്തിപുര? ചുമന്ന തെരി നമ്മൾ പറയുന്ന റെഡ് ലൈറ്റ് ഏരിയ നമ്മൾ പറയുന്നത്, where there are commercial sex workers. That is the official celebrated terminology nowadays. Commercial sex workers. But who are these people who are there? They are deceived by their family, they are deceived by their loved ones, many of them. And they were sold. They are sold to this place called Kamatipura, where they have to sell their flesh. ഒരു ക്രിസ്മസ് സന്ധ്യയിൽ മുംബൈയിലെ കുറച്ച് യുവാക്കൾ പോയി അവരുടെ അടുത്ത് ക്രിസ്മസ് പങ്കിടാൻ. നമ്മളൊക്കെയും when we sit by the warm fire and exchange gifts and presents, this is what we have to remember. Who are we sharing Jesus with? Who are we telling Jesus to? Christmas is telling about Jesus. Christmas is entering those ways where there is no hope. It's difficult. It's very difficult. പക്ഷെങ്കിൽ ഈ യുവാക്കൾ അവിടെ പോയി അവരുടെ ക്രിസ്മസിൻ്റെ സന്ദേശമൊക്കെയും പങ്കെടുത്തു. ഒരു വർഷം കഴിഞ്ഞു, രണ്ടാമത്തെ വർഷം യുവാക്കൾ വീണ്ടും ഇവരുടെ അടുത്ത് പോയപ്പോൾ ഈ അമ്മമാർ യുവാക്കളോട് പറഞ്ഞു, ഞങ്ങളോ നശിച്ചു. We lost our future and we are gone.
ഞങ്ങളുടെ പിള്ളേരെ രക്ഷിക്കാൻ ഒക്കുമോ? ഞങ്ങളുടെ പിള്ളേരെ രക്ഷിക്കാൻ ഒക്കുമോ? അന്ധകാരം നിറഞ്ഞ ഭൂമി ദൈവമക്കളോട് ചെയ്യുന്ന ഒരു നിവേദനമായിരുന്നു. യുവാക്കൾ പറഞ്ഞു, ഞങ്ങൾ ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് എത്രയോ ജനങ്ങളുടെ പ്രാർത്ഥന, എത്രയോ ജനങ്ങളുടെ അധ്വാനം. അന്ന് നേതൃത്വം കൊടുത്ത നമ്മുടെ എപ്പിസ്കോപ്പ തിരുമേനി, അന്ന് മുംബൈയിലെ ഡയസിസ് എപ്പിസ്കോപ്പയായിരുന്നു നമ്മുടെ ഫിലക്സനോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ, അനേക യുവാക്കളുടെ നേതൃത്വത്തിൽ, അനേക പള്ളികളുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് വന്ന് അവർ പ്രവർത്തിച്ചു. So it's not easy. This is the walk. This is the walk of the wise men. This is the walk of the shepherds. This is the walk of Christmas, filled with hope, to go to places beyond our churches, to go to places beyond the close walls where we exalt the message of Christmas. The message of Christmas has to be exalted in those homeless places and hopeless places. That is Christmas. അന്ധകാരത്തിൻ്റെ ഇരുണ്ട രശ്മികൾ തുടച്ചു മാറ്റിക്കൊണ്ട് അവിടെ ഒരു നക്ഷത്രം ഉദിച്ചു. കാമാത്തിപുറയിൽ ഒരു നക്ഷത്രം ഉദിച്ചു. ആ നക്ഷത്രത്തിൻ്റെ പേരാണ് നവജീവൻ മിഷൻ. നവജീവൻ മിഷൻ്റെ മോട്ടോ ഗോഡ്സ് ലവ് ഇൻ ആക്ഷൻ. It was not only 2000 years ago that the star of Bethlehem shone. It is still shining. It is still shining to those people who take the message of Christmas. Ida vajanam jadamai theernu. Devam loved you. God loved you. The star is still shining in those people's life, around those people's life who take the message of Christmas beyond the walls of the church to places where first Christmas was celebrated. ഇന്ന് നവജീവനിൽ ഒരു 100-125 വിദ്യാർത്ഥികൾ, they sing with great confidence these verses that we sing. Glory to God in highest, and on earth peace of God rest. The star of Bethlehem. The star of Bethlehem ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ഒരു പാസ്റ്റ് ടെൻസിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ഇന്നത്തെ ഇവിടെ how we can shine the star, the symbolic meanings, the transformation, the adoration and the resistance of Bethlehem. ആ ഒരു പ്രത്യാശയിൽ നടക്കുവാൻ, ആ ഒരു വിശ്വാസത്തിൽ നടക്കുവാൻ, വലിയ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. അതിന് ത്രിയേക ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് us all. Wish you all a blessed Christmas.